കാലഘട്ടത്തിൻ്റെ സുവിശേഷവാഹകരാകാൻ ദൈവം ചില ജീവിതങ്ങളെ മുൻകൂട്ടി ഒരുക്കുന്നു. അവർ ചിലത് തിരുത്തിയെഴുതുന്നു, ചില വഴികൾ കണ്ടെത്തുന്നു, ചിലരതിൽ പുത്തൻ പ്രകാശഗോപുരങ്ങൾ ഉയർത്തുന്നു. ഇവർ ജോഷുവായുടെ പിന്മുറക്കാർ. ഇത് കഴിഞ്ഞ 13 വർഷത്തോളമായി ജർമ്മനിയിൽ മോൺസ്റ്റർ രൂപതയിൽ ഷെംബക് ഇടവകയിൽ സേവനം ചെയ്യുന്ന ഫാദർ അജി മൂലേപ്പറമ്പിൽ CMI. വളരെ കലുഷിതമായ ജർമ്മൻ സഭയിൽ വിശ്വാസി സമൂഹങ്ങൾക്കിടയിൽ, യുവജനങ്ങൾക്കിടയിൽ ഏറെ ക്രിയാത്മകമായി ശുശ്രൂഷകൾ നിർവഹിക്കുന്ന ഒരു ഇന്ത്യൻ മിഷണറി വൈദികൻ. ജീസസ് യൂത്തിൻ്റെ ഫുൾ ടൈമർ കമ്മിറ്റ്മെന്റ് വഴിയും വിശുദ്ധ ചാവറയച്ചൻ്റെ ആത്മീയ വെളിച്ചത്താലും പുത്തൻ കാലഘട്ടത്തിനൊത്ത് വിശ്വാസത്തിൻ്റെ വെല്ലുവിളികൾ നേരിടുന്ന ജർമ്മൻ സഭയിൽ ഒരു നവയുഗ പ്രവാചകനായി അജി അച്ഛൻ മാറുന്നു. തൻ്റെ ആഴമായ ദൈവാനുഭവങ്ങൾ അച്ഛനിത നമ്മോട് പങ്കുവയ്ക്കുന്നു. അജി അച്ഛ, ഷാലോം TV-യുടെ ജോഷുവ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഫാദർ അജി മൂലേപ്പറമ്പിൽ CMI സഭാംഗമാണ് അച്ഛൻ. അച്ഛൻ ജർമ്മനിയിലാണ് ഇപ്പോൾ വർഷങ്ങളായിട്ട് സേവനം അനുഷ്ഠിക്കുന്നത്. ഇപ്പോൾ അച്ഛൻ്റെ നാട്ടിലെ വിശേഷങ്ങളൊന്ന് പറയാമോ? പ്രത്യേകിച്ച് ഇടവക, വീട് എവിടെയാണ്, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഒന്ന് പറയാമോ അച്ഛാ? കുട്ടനാട്ടിലെ പുളിങ്കൂന്ന് എന്ന സ്ഥലത്ത് കായൽപ്പുറം എന്ന നാട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ കുടുംബത്തിൽ 8 മക്കളാണ് ഞങ്ങൾക്കുള്ളത്. എൻ്റെ അച്ചായൻ 2002 മരിച്ചുപോയി. പിന്നെ അമ്മ, പിന്നെ 8 സഹോദരങ്ങൾ, 5 ആണും 3 പെണ്ണും. അച്ഛൻ എത്രാമത്തെ? ഞാൻ 6ാമത്തെ ആളാണ്. 6ാമത്തെ ആളാണ്. അച്ഛൻ സ്കൂൾ കാലങ്ങൾ പഠിച്ചതെല്ലാം കുട്ടനാട്ടിൽ തന്നെയാണോ? എൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് ഓർക്കുകയാണെങ്കിൽ 7ാം ക്ലാസ് വരെ ഒരു സിസ്റ്റേഴ്സ് പഠിപ്പിച്ച ഒരു സ്കൂളിലാണ്, സെൻറ്റ് ജോസഫ്സ് ക്ലാരിറ്റി സിസ്റ്റേഴ്സിൻ്റെ ഫോർമേഷനാണ് ശരിക്കും പറയുകയാണെങ്കിൽ. പിന്നീട് 8ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ CMI അച്ഛന്മാരുടെ സ്കൂളിലാണ് പഠിച്ചത്. അപ്പം അതുകൊണ്ട് കുഞ്ഞുനാളിൽ തന്നെ അങ്ങനൊരു നല്ലൊരു ഫെയ്ത്ത് ഫോർമേഷൻ എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് തിയോളജി പഠിച്ചിട്ടുണ്ടെങ്കിലും, പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നേടിയിട്ടുണ്ടെങ്കിലും എല്ലാത്തിൻ്റെ അടിസ്ഥാനം എനിക്ക് തോന്നുന്നത് എൻ്റെ അപ്പനും അമ്മയായിരുന്നു. എൻ്റെ അച്ഛനും അമ്മച്ചിയും വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും. അതോടൊപ്പം തന്നെ വൈകുന്നേരം ഇതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന പ്രധാനപ്പെട്ടായിരുന്നു. പ്രത്യേകിച്ച് അച്ചായൻ 3 കൊന്തയെങ്കിലും ഏറ്റവും കുറഞ്ഞ് ചെല്ലുമായിരുന്നു. അപ്പോൾ എൻ്റെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എൻ്റെ അപ്പൻ്റെ അമ്മയുടെ സ്പിരിച്വാലിറ്റി തന്നെ, അല്ലാതെ പുതിയതായിട്ടൊന്നും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നില്ല. അത് ആ അടിസ്ഥാനത്തിൽ വളർന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ജീവിതാവസ്ഥയിലേക്ക് ദൈവം എന്നെ വിളിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവരുടെ മോഡൽ, പ്രത്യേകിച്ച് എൻ്റെ അപ്പൻ്റെ മോഡൽ എന്നും ഭയങ്കര സന്തോഷത്തോടു കൂടി ഓർക്കുന്ന ഒരു അവസ്ഥയാണ്. എനിക്ക് വേറൊരു മോഡൽ തപ്പി പോകേണ്ടി വന്നിട്ടില്ല ജീവിതത്തിൽ. കാരണം എൻ്റെ അപ്പനും അമ്മയും വ്യക്തമായിട്ട് എൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ മോഡൽസായിരുന്നു, പ്രത്യേകിച്ച് പ്രാർത്ഥനാ ജീവിതത്തിൽ. ഒരുപക്ഷെ ഇന്ന് എല്ലാ മാതാപിതാക്കൾക്കും കൂടിയുള്ളൊരു വലിയൊരു കാര്യം അച്ഛൻ പറയണേ. കാരണം ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഏറ്റവും കൂടുതൽ അവർ കഷ്ടപ്പെടുന്നൊരു കാര്യവും വീട്ടിൽ നല്ല മോഡൽ കാണാൻ പറ്റാത്തതായിരിക്കും, അല്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ നല്ല മോഡൽ കാണിക്കുവാണ് ഓരോ മാതാപിതാക്കളും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട. എനിക്ക് റൈജ് പറഞ്ഞ 100% ശരിയാണ്. കാരണം ഇന്ന് ഞാൻ ജീവിക്കുന്ന ജീവിതാവസ്ഥ എന്ന് പറഞ്ഞാൽ ജർമ്മൻ കോണ്ടെക്സ്റ്റിലാണ്. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഏതാണ്ട് 98% ജീവിച്ചത് ജർമ്മനിയിലാണ്. അപ്പം ഞാൻ അതോട് എനിക്ക് പെട്ടെന്ന് കമ്പയർ ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്ന പല കഥകളും എൻ്റെ അനുഭവങ്ങളും അതിനോട് ചുറ്റിപ്പറ്റിയായിട്ടുള്ളത്. പ്രത്യേകിച്ച് കുടുംബത്തെക്കുറിച്ച് പേരൻസിനെ കുറിച്ച് പറഞ്ഞാൽ വളരെ ശരിയാണ് റൈജ് പറഞ്ഞത്. കാരണം അവിടെ വലിയ ഫെയ്ത്ത് ക്രൈസിസ് ഉണ്ട് ജർമ്മനിയിൽ, ഇല്ലെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഏറ്റവും അടിസ്ഥാന പ്രശ്നം പേരൻസിന് ഇതില്ലെന്നുള്ളതാണ്. ഇപ്പം പള്ളി വരുമ്പോൾ ഫസ്റ്റ് കമ്മ്യൂണിയൻ വരുന്നു, അല്ലെങ്കിൽ കൺഫർമേഷൻ വരുന്നു. അപ്പം അവിടെ മാത്രമേ അവർക്ക് എന്തെങ്കിലും ഒരു ഫെയ്ത്ത് ഫോർമേഷൻ യഥാർത്ഥത്തിൽ കിട്ടുന്നുള്ളൂ. ഒരുപക്ഷെ ഒരു 8% പേരൻസ് നന്നായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ ബാക്കി ഒരു 92% അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് അധികമൊന്നും കിട്ടുന്നില്ല. ഇപ്പം കുരിശ് വരയ്ക്കാൻ പഠിപ്പിക്കേണ്ടി വരുന്നു. കാരണം ഫസ്റ്റ് കമ്മ്യൂണിയൻ വരുന്ന പിള്ളേർക്ക് പിന്നീട് അവർക്കൊരു നീണ്ട ഗ്യാപ്പാണ്. കൺഫർമേഷൻ വരുമ്പോൾ 14-15 വരുമ്പോൾ വീണ്ടും ഒരു
നീണ്ട ക്യാപ്പ്. അപ്പം കുടുംബം എന്നുള്ളത്, പേരൻസ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പം പല പിള്ളേരും കുർബാനയ്ക്ക് കൂടുന്ന പിള്ളേരൊക്കെ ഭയങ്കര സങ്കടത്തോട് പറയാറുണ്ട്, എനിക്ക് വരാൻ ആഗ്രഹമുണ്ട് പള്ളിയിൽ, പക്ഷെ അപ്പനും അമ്മയും വരത്തില്ല, അവർക്ക് രാവിലെ കൂടുതൽ നേരം കിടന്ന് ഉറങ്ങണം. അപ്പം നമ്മുടെ ഒരു രീതി പറഞ്ഞാൽ നമ്മുടെ പേരൻസ് വലിയൊരു ഭാഗ്യമാണ് നമുക്ക് ചെയ്തു തന്നത് ജീവിതത്തിൽ. പക്ഷേ എനിക്ക് തോന്നുന്നത് അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ്റെ പേരൻസിനെ കുറിച്ചാണ് ഇത് പറയണത്. ഇന്ന് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ, ഈ ജർമ്മനിയിലെ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ ഒട്ടും വലിയ ദൂരത്തല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് മാതാപിതാക്കൾക്ക് മറ്റു പല കാര്യങ്ങളിലും ശ്രദ്ധ കൂടുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു ആത്മീയ ജീവിതം, മക്കളെ പള്ളി വിടാൻ പിന്നെയും വിടും, പക്ഷേ മക്കളെ പള്ളി വിടുക എന്നതിനേക്കാൾ ഉപരി ഞങ്ങളിൽ നിന്ന് കാണുന്ന ഒരു ആത്മീയതയാണ് മക്കൾക്ക് ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് ചിന്തിച്ച് കാണിക്കുന്ന ഒരു അവസ്ഥ നമുക്കില്ല. എനിക്ക് വേണമെങ്കിൽ ഒരുപക്ഷെ ജർമ്മനിയിൽ അച്ഛൻ്റെ മറ്റു വിശേഷങ്ങൾ കേൾക്കണമായിരിക്കും. അതിന് മുൻപ് കേൾക്കണമായിരിക്കും, നല്ല കേൾക്കണം. പക്ഷേ അതിന് മുൻപ് ഞാൻ വീണ്ടും അച്ഛൻ്റെ ഒരു എവിടെ നിന്നാണ് ഈ ഒരു ടേണിംഗ് പോയിൻ്റ്, ഒരു വൈദിക ജീവിതത്തിലേക്കൊരു വിളി ഉണ്ടെന്ന് അച്ഛൻ എങ്ങനെ തോന്നി, എങ്ങനെ കണ്ടുപിടിച്ചു, എങ്ങനെ സെമിനാരിൽ പോയി? ടേണിംഗ് പോയിൻ്റ് എല്ലാ കോളിനും ഉണ്ടല്ലോ ടേണിംഗ് പോയിൻ്റ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ വ്യക്തമായിട്ട് കുഞ്ഞുനാളിൽ ഒരിക്കലും ഞാൻ ചിന്തിച്ചിരുന്നില്ല ഒരു വൈദികനാകുമെന്നുള്ളൊരു ചിന്ത എനിക്കില്ലായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ ബ്രദറൊക്കെ ആവുമെന്നൊക്കെ സിസ്റ്റേഴ്സൊക്കെ എപ്പോഴും പറയുമായിരുന്നു. പക്ഷേ ഞാനൊരിക്കലും ചിന്തിച്ചിരുന്നില്ല. അപ്പം അങ്ങനൊരു തീക്ഷ്ണമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ സിസ്റ്റേഴ്സ് തന്ന നന്മകൾ, അല്ലെങ്കിൽ CMA അച്ഛന്മാർ തന്ന നന്മകൾ, അതൊക്കെ എൻ്റെ ലൈഫിൽ തീർച്ചയായിട്ടും ഉണ്ട്. അതുതന്നെയാണ് ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഞാൻ ഓർക്കുന്ന ഒരു 9ാം ക്ലാസ് പഠിച്ചിരുന്ന അവസരത്തിൽ എന്നെ പഠിപ്പിച്ച ഒരു അച്ഛൻ ചോദിച്ചു, വൊക്കേഷൻ ക്യാമ്പിന് വരുന്നെന്ന് ചോദിച്ചു. ദൈവവിളി ക്യാമ്പ്. അപ്പം ഞാൻ വെച്ചാൽ ഇല്ല, ഞാനില്ല. അച്ഛൻ്റെ നിർബന്ധം മൂലമാണ് ഒരു ക്യാമ്പിന് പോകേണ്ടി വന്നത്. ഭാഗ്യത്തിന് അന്ന് ഒരു എക്സ്കേർഷന് പോകേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാൻ വരുന്നില്ല, ഈ എക്സ്കേർഷന് പോവാണ്, ടൂറ് പോവാണ്, അതുകൊണ്ട് സാധിക്കുകയില്ല. അപ്പം അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറണമായിരുന്നു. അപ്പോൾ ആ ഒഴിഞ്ഞു മാറൽ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടായിരുന്നെന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ ബൈബിളിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ കോളും യുണീക്കാണ്. ദൈവം വിളിച്ച എല്ലാവരുടെയും ജീവിതം നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ആ എല്ലാ കോളും ഭയങ്കര യുണീക്കാണ്. എൻ്റെ കോൾ ഒരു യുണീക്കാന്ന് എനിക്ക് തോന്നാറുണ്ട്. തിയോളജി പഠിപ്പിച്ച അവസരത്തിൽ പോൾ കല്ലുവീട്ടിലച്ഛൻ അദ്ദേഹം പറഞ്ഞു, പ്രത്യേകിച്ച് നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് പ്രോഫറ്റ്സിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ, ആ ഓരോ വചനത്തിൻ്റെ ഇടയിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അംശങ്ങൾ നിങ്ങൾക്ക് കാണാമെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഈ വാക്ക് എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് വചനമൊക്കെ വായിക്കുമ്പോൾ എൻ്റെ ജീവിതം അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ പരതുമായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് പ്രോഫറ്റ് ജെറമിയായുടെ ലൈഫ് എൻ്റെ എവിടെയൊക്കെയോ എന്തൊക്കെയോ എൻ്റെ ലൈഫിലുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ജെറമിയയുടെ ലൈഫ് നമുക്കറിയാം. ജെറമിയ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ബാലനാ, എനിക്ക് പറ്റുകയില്ല, എനിക്ക് സംസാരിക്കാൻ കഴിവൊന്നുമില്ല. ഇതേ അവസ്ഥ അന്ന് അച്ഛന്മാർ ചോദിച്ചപ്പോഴും എൻ്റെ ലൈഫിൽ അന്നുകൊണ്ട് ഇന്നുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഒരു തളർച്ച. പക്ഷേ എന്നാൽ ജെറമിയ പറയുന്നുണ്ട് 20ാമത്തെ അധ്യായത്തിൽ, ജെറമിയയുടെ കോളിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, നാശത്തിൻ്റെ പ്രവാചകൻ എന്ന് ബൈബിൾ വിശേഷിപ്പിക്കുന്ന ഒരു പ്രവാചകനാണ്. എപ്പോഴും ദൈവത്തെക്കുറിച്ച് തീഷ്ണത ഉണ്ടെങ്കിലും പ്രവാചക ദൗത്യം നിർവഹിച്ചു കഴിയുമ്പോൾ എല്ലാവരും തല്ലി ശരിയാക്കി അപ്പം പറയും, നിന്നെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കുകയല്ല, നീ എന്നെ വഞ്ചിച്ചു എന്ന് പറഞ്ഞ് ദൈവത്തോട് ഇങ്ങനെ മറുതലിക്കുന്ന അല്ലെങ്കിൽ വഴക്ക് പിടിക്കുന്ന ഒരു പ്രവാചകനാണ്. പിന്നീട് കുറച്ചിതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഉള്ളിൽ അഗ്നി ജ്വലിക്കുകയാണ്. 20ാമത്തെ അധ്യായത്തിൽ പറയുന്നല്ലേ, എൻ്റെ അസ്ഥിക്കുള്ളിൽ അടയ്ക്കപ്പെട്ട അഗ്നിയാണ് നീ, ഞാൻ അടക്കാൻ ശ്രമിച്ചു, എനിക്ക് സാധിക്കുന്നില്ല. ഇതേ അവസ്ഥ എൻ്റെ കോളിൽ മുഴുവൻ എനിക്ക് കാണാൻ പറ്റും. ഇങ്ങനെ തളർന്നു വീണ് കഴിയുമ്പോൾ ഇങ്ങനെ എവിടെയോ ബേൺ ചെയ്യാൻ തുടങ്ങും. എനിക്ക് തോന്നുന്നത് കോളിൽ ദൈവം വിളിക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന ഈ അഗ്നി, പരിശുദ്ധാത്മാവ്, നമ്മൾ മാമോദീസായിലൂടെ സ്വീകരിച്ച് ഈ പരിശുദ്ധാത്മാവ് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അതിങ്ങനെ അങ്ങ് ബേൺ ചെയ്യുമ്പം അറിയാതെ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനൊരു അതാണ് എൻ്റെ കോളിൻ്റെ ഒരു പ്രത്യേകത എന്ന് തോന്നുന്നു. എത്ര വർഷമായിരുന്നു വെച്ചാൽ ഈ CMI വൈദികനാവാനുള്ള ഈ പരിശീലന കാലഘട്ടം? ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞാണ് സെമിനാരിയിൽ ചേർന്നത്. ഞങ്ങളന്ന് 17 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേര് അച്ഛനായി. എത്ര വർഷമായിരുന്നു നമ്മുടെ 14 വർഷത്തെ 14 വർഷത്തെ ഫോർമേഷൻ കഴിഞ്ഞിട്ടാണ്? എളുപ്പമായിരുന്നോ ഇത് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു? എല്ലാ ജീവിതാവസ്ഥയിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുമല്ലോ, ഇറക്കങ്ങളും കയറ്റങ്ങളും ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ എൻ്റെ കോളിലും അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. സംഘർഷം ഉണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു, വേണ്ടെന്ന് വെക്കാനുള്ള ഒരു ചിന്തയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ദൈവം ആരെയെങ്കിലും അയക്കും. ഞാൻ പറഞ്ഞില്ല, കഴിവ് പ്രാഗൽഭ്യം അതൊന്നും ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. അത്
ദൈവം നമ്മൾ തന്നെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ദൈവം ഭയങ്കരമായിട്ട് നമ്മളെ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ കണ്ണു നിറയും. അതെൻ്റെ പ്രത്യേകിച്ച് ജർമ്മൻ പാസ്റ്റർ ലൈഫിൽ ഞാൻ വളരെ ശക്തമായിട്ട് അനുഭവിക്കാൻ എനിക്ക് സാധിച്ചു. പിന്നെ ഒരു CMI വൈദികനായിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. വിശുദ്ധ ചാവർപിതാവിൻ്റെ ജീവിതവും ഞാൻ മാന്നാനത്ത് ഒരു 6 വർഷം 5 വർഷം പഠിച്ചത് അവിടാണ്. അപ്പം ചാവർപിതാവിൻ്റെ ലൈഫ് ഒരു പരിധി കൂടുതൽ എൻ്റെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ദൈവം നടക്കും എന്നൊക്കെ പറയുന്ന പിതാവിൻ്റെ ആ വാക്കുകൾ, അത് ദൈവത്തിലുള്ള ആ പരിപാലനമുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം തന്നെയാണ്. എൻ്റെ ലൈഫിൽ ഇങ്ങനെ തളർന്നു പോയാൽ വേണ്ടെന്ന് വെക്കാം, ഇതൊന്നും വേണ്ട അവസാനിപ്പിച്ചേക്കാം എന്നൊക്കെ ചിന്തിച്ച അവസരത്തിലൊക്കെ ദൈവം ആരെങ്കിലുമൊക്കെ അയച്ചിട്ടുണ്ട് മാലാഖമാരായിട്ട്. അത് ശരിയാണ്. ഈ മാലാഖമാരെന്ന് മനുഷ്യൻ്റെ മുഖമാണുള്ളത്. അതെൻ്റെ ജീവിതത്തിൽ അന്നും ഇന്നും എന്നും ഞാൻ അനുഭവിക്കുന്നുണ്ട്. അജയച്ചനുമായിട്ടുള്ള ഒരു പരിചയത്തിലും, കാരണം എനിക്ക് അച്ഛനെ വർഷങ്ങളായിട്ട് പരിചയമുണ്ട്, അച്ഛനുമായിട്ടുള്ള പരിചയത്തിലും അച്ഛനോട് ഇടപഴകുമ്പോഴും ഒക്കെ ഞാൻ ശ്രദ്ധിക്കുന്ന ചില മുഖങ്ങളുണ്ട്. അതിലൊരു മുഖം, അച്ഛനൊരു നല്ലൊരു മിഷണറി ഫേസ് ഉണ്ട്, അല്ലെങ്കിൽ അച്ഛന് മുമ്പ് പറഞ്ഞ പാസ്റ്ററൽ ഡയമെൻഷൻ. ആ ഒരു പാസ്റ്ററൽ ഡയമെൻഷൻ ഉള്ളതുകൊണ്ടാണ് അച്ഛൻ ജർമ്മനിയിലായാലും എവിടെ പോയാലും അച്ഛൻ്റെ ആ ഒരു ആളുകളിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള ഒരു തീഷ്ണതയുണ്ട് അച്ഛന്. എങ്ങനെയാണ് അച്ഛന് ഈ ഒരു പാസ്റ്ററൽ ഇത്രയും ഒരു തീഷ്ണത, അല്ലെങ്കിൽ ഒരു മിഷണറി, ഒരു പ്രേക്ഷിത തീഷ്ണത എങ്ങനെയാണ് കിട്ടിയത്? അത് നേരത്തെ മുതലേ ഉള്ളതാണോ, അതെയോ അതിനൊരു പ്രത്യേക കാരണമുണ്ടോ? പ്രത്യേകിച്ചൊരു കാരണം എനിക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. പക്ഷേ പട്ടവയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു. തീർച്ചയായിട്ടും എൻ്റെ സഭ കൂടുതലായിട്ടും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പ് ഞാൻ തീരുമാനിച്ചു, ഞാൻ എന്തായാലും എൻ്റെ കോൾ അതല്ല, മറിച്ച് ഒരു പാസ്റ്റർ ആയിരിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കോളേജ് പഠിക്കുന്ന കാലത്തും, മാന്നാനം കോളേജ് പഠിക്കുന്ന കാലത്താണ് ആദ്യമായിട്ട് ജീസസ് യൂത്തുമായിട്ട് ഞാനൊരു എൻകൗണ്ടർ ഉണ്ടാകുന്നത്. ആ എൻകൗണ്ടർ എന്നെ ഒത്തിരിയേറെ ഇങ്ങനെയൊരു മിഷണറി തീഷ്ണത എന്നിൽ വളർത്താനായിട്ട്. അതായത് സെമിനാരി പഠിക്കുന്ന കാലത്ത് മാന്നാനം കോളേജിൽ ഡിഗ്രി ചെയ്യുമ്പോൾ ആണ്? മാന്നാനം കോളേജിൽ ഡിഗ്രി ചെയ്യുന്ന അവസരത്തിലാണ് ജീസസ് യൂത്തിനെ ബ്രദറാണ്. ഞാൻ ബ്രദറാണ്. തീർച്ചയായിട്ടും അന്നാണ് ആദ്യമായിട്ട് ജീസസ് യൂത്തിനെ പരിചയപ്പെടുന്നത്. അന്ന് പരിചയപ്പെട്ട ആ പരിചയപ്പെടൽ ഒരുപക്ഷെ ഞാൻ ഇന്ന് പറയും, സിൻസിയറായിട്ട് പറയും, തീർച്ചയായിട്ടും ഞാനൊരു CMI വൈദികനാണ്. CMI സ്പിരിച്വാലിറ്റി എൻ്റെ ലൈഫ്, ചാവർപിതാവിൻ്റെ സ്പിരിച്വാലിറ്റി തന്നെയാണ് എൻ്റെ. പക്ഷേ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ നിലനിൽക്കാനും തീഷ്ണമായിട്ട് പ്രവർത്തിക്കാനും, തളർന്നു പോയപ്പോഴും വീണ്ടും ഒരു തീഷ്ണതയോടുകൂടി കടന്നു വരുവാനും ജീസസ് യൂത്ത് സമൂഹം എന്നെ ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട്. അന്നും ഇന്നും എനിക്കൊന്ന് ഞാൻ 26 വർഷത്തോളമായി ഇപ്പം ജവായി ജീസസ് യൂത്തിൻ്റെ ഭാഗമായിട്ട്. അതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു. അതിലുപരിയായിട്ട് ദൈവം ഇതിലൂടെ എന്നെ പ്രവർത്തിക്കാൻ വിളിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അച്ഛനെ ജീസസ് യൂത്തിൻ്റെ ഭാഗമായതിനു ശേഷം അച്ഛൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അച്ഛൻ്റെ ഒരു പൗരോഹിത്യ സ്വീകരണത്തിന് മുൻപായിട്ട് ഒരു വർഷം അല്ലേ, ആ കാലഘട്ടത്തിൽ ഒരു റീജൻസി ടൈമിലാണ്. തീർച്ചയായിട്ടും അതൊരു ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവം. അതിനെക്കുറിച്ച് എന്താ ഒരു ഫുൾ ടൈം എന്തായിരുന്നു എന്ന് പറയാമോ? കോളേജ് പഠിക്കുന്ന കാലത്ത് എനിക്ക് പറയാം, ഫുൾ ടൈമേഴ്സ് തുടങ്ങുന്ന കാലമാണ്. ജീസസ് യൂത്തിൻ്റെ ഫുൾ ടൈമേഴ്സ് പ്രോജക്റ്റ് തുടങ്ങുന്ന കാലമാണ്. അന്നൊരു ഞാൻ ഓർക്കുന്നുണ്ട്, ഷീന എന്ന് പറയുന്ന ഫസ്റ്റ് ബാച്ചിലെ ഫുൾ ടൈമർ. ഞാനന്ന് കോളേജിൽ ഞങ്ങളെല്ലാവരുടെ കൂടി ഒരു ടീമൊക്കെ ഉണ്ടാക്കി, ബാസ്കറ്റ്ബോൾ ടീമൊക്കെ ഉണ്ടാക്കി കളിക്കുന്ന കാലമായിരുന്നു. അപ്പോൾ അന്ന് ഷീന വന്ന് കോർട്ടിൽ വന്ന് എന്നോട് ചോദിക്കുന്നു, ബ്രദറെ ഞങ്ങളൊരു പ്രയർ ഗ്രൂപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒന്ന് സഹായിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ഷീന പാടാണ്, കാരണം ബുധനാഴ്ച വൈകുന്നേരമാണ് ഞങ്ങൾക്ക് കോച്ചിങ്, അതുകൊണ്ട് വരാൻ ഒത്തിരി പാടുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ അതൊരു താല്പര്യം തോന്നുന്നില്ല. ഞാനൊരു വേറൊരു തീർച്ചയായിട്ടും ദൈവം എന്നെ വിളിച്ചിട്ടുണ്ട് ജീവിതം മുഴുവൻ. പിന്നെ ഒരു പ്രത്യേകിച്ച് ഒരു പ്രയർ ഗ്രൂപ്പിൽ പോയിട്ട് കാര്യമില്ല, എന്താണേലും സെമിനാരിയിൽ വൈകുന്നേരം പ്രാർത്ഥനയൊക്കെ ഉണ്ട്, അങ്ങനെ ഒരു ചിന്തയായിരുന്നു. പക്ഷേ ആ ഷീനായുടെ ഒരു സ്നേഹപൂർവ്വ നിർബന്ധം മൂലമാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യം ആ എൻകൗണ്ടർ നടക്കുന്നത്. പിന്നെ ഞാൻ ഒത്തിരി പ്രാവശ്യം തിരിച്ച് ഓടാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ കോളിൻ്റെ പ്രത്യേകത എപ്പോഴും ഒരു പിന്നെ ദൈവം എവിടെയെങ്കിലും ഫയർ തരുന്ന ഒരവസ്ഥ. ഈ കോളിൽ അത് തന്നെയായിരുന്നു. ഞാൻ തിരിഞ്ഞോടിയപ്പോഴൊക്കെ ദൈവം എന്നെ പിടിച്ച് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി ഈ ഒരവസ്ഥ. പിന്നീട് സെക്കൻഡ് ബാച്ച് ഫുൾ ടൈമേഴ്സ് വന്നു. അപ്പോൾ അവർ സോബി, ജെയ്സൺ, ഷിൻഡോ, അവർ സെക്കൻഡ് ബാച്ച് ഫുൾ ടൈമേഴ്സ് ആയിരുന്നു. അവരെപ്പോഴും മാന്നാനത്ത് വൈകുന്നേരം പ്രാർത്ഥിക്കാൻ വരുവായിരുന്നു. ഞങ്ങളങ്ങനെ അറിയാതെ ഒരുമിച്ച് കൂടി സെൽ ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യും. ഒരു റെഗുലർ ഗ്രൂപ്പായി മാറി. അതെ, അവരുടെ ഇൻസ്പിറേഷൻ എന്നെ ഇതിലേക്ക് വരാനും ഒരു വർഷം ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് എടുക്കുവാനുമുള്ളൊരു തീരുമാനത്തിന് വളരെയേറെ പ്രേരകശക്തിയായിട്ടുണ്ട്. ഒരുപക്ഷെ എൻ്റെ CMI സഭയിൽ ഒരുപക്ഷെ അങ്ങനെ ഒരു റീജൻസി എടുത്തത് ആദ്യമായിട്ടാണ്, ബ്രദേഴ്സിൻ്റെ ഇടയിൽ തന്നെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു.
ഒത്തിരിയേറെ എതിർപ്പുണ്ടായിരുന്നു. കാരണം ഞാൻ കോളേജ് പഠിച്ച് ഞങ്ങൾ 3 പേര് ബ്രദേഴ്സ് ഒരുമിച്ചാണ് പഠിച്ചത്. അപ്പം കോളേജിൻ്റെ ആ സമയം കഴിഞ്ഞ ഉടനെ 2 പേര് ലീവ് ചെയ്തു കോൺഗ്രിഗേഷൻ. അതിപ്പം ഓരോരുത്തർക്കും ഓരോ കോഡ് ഡിസൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സഭാംഗങ്ങൾ, എന്നെ സ്നേഹിക്കുന്നവർ ഈ തീരുമാനത്തിന് ഒത്തിരി പേര് എതിര് പറഞ്ഞായിരുന്നു. അത് ശരിയാവുമോ എന്നുള്ള ചിന്ത അവർ സ്നേഹം കൊണ്ട് പറയുന്നതാണ്. പക്ഷേ അന്നത്തെ എൻ്റെ പ്രൊവിൻഷ്യലായിരുന്ന ജെയിംസ് തൈലച്ചൻ എന്നെ സഹായിച്ചു. തീർച്ചയായിട്ടും അദ്ദേഹം എൻ്റെ നോവിസ് മാസ്റ്റർ ആയിരുന്നു. ഒരുപക്ഷെ എന്നെ കൂടുതൽ അറിയാവുന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഒരു റിസ്കിൽ എന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പിലേക്ക് വിടുന്നത്. എനിക്കൊന്ന് ലൈഫിൽ ഒരു മറക്കാൻ പറ്റാത്ത ഒരുപിടി അനുഭവങ്ങളും സംഭവങ്ങളും. ഞാൻ പറഞ്ഞില്ലേ, ദൈവം നമുക്ക് കഴിവ് ഒന്നും ഒരു പ്രശ്നമല്ല. ദൈവത്തിന് നമ്മൾ തമ്പുരാന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് ദൈവം ഉപയോഗിക്കുന്നുള്ളൊരു അനുഭവിച്ചറിഞ്ഞൊരു വർഷമായിരുന്നു ഫുൾ ടൈം മെമ്പർഷിപ്പ് വർഷം. എനിക്ക് 1994-95 വർഷത്തിലായിരുന്നു അച്ഛൻ്റെ ഫുൾ ടൈം മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. അച്ഛൻ, ഞാൻ വീണ്ടും അച്ഛൻ്റെ ഒരു പാസ്റ്ററൽ ഡയമെൻഷൻ അല്ല അങ്ങനത്തെ ഇതിലേക്ക് തന്നെ തിരിച്ചു വരിക. കാരണം അച്ഛൻ പറഞ്ഞ് വളരെ ക്ലിയറാണ്, CMI സഭയിൽ ഫോർമേഷൻ കിട്ടി, അച്ഛൻ വൈദികനായി, വീട്ടിൽ നിന്ന് തുടങ്ങിയ ഒരു ആധ്യാത്മികതയാണ് പിന്നീട് പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളതൊക്കെ. അച്ഛൻ ജർമ്മനിയിൽ എനിക്കറിയാവുന്നിടത്തോളം അച്ഛൻ ഷേംബക്ക് എന്ന് പറയുന്ന ഒരു ഇടവകയിൽ, ഒരു ജർമ്മൻ പാരീഷിൽ 15 വർഷം, എത്ര വർഷം അച്ഛൻ? 13 വർഷം അവിടെ തന്നെ അസിസ്റ്റൻറ്റ് പാരിഷ് പ്രീസ്റ്റായിരുന്നു. അവിടെ തന്നെ ഞാൻ പലപ്പോഴും എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളതും, അസിസ്റ്റൻറ്റ് പാരിഷ് പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാരിഷ് പ്രീസ്റ്റിൻ്റെ റോള് തന്നെയാണ് അച്ഛന് ഈ 13 വർഷവും ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഭാഷയിൽ, അല്ലെങ്കിൽ നമ്മൾ ഭാഷയൊക്കെ പഠിച്ചെടുത്താണ് അല്ലേ, വേറൊരു നാട്ടിൽ വേറൊരു കൾച്ചറിൽ ഇത്രയും വർഷം എളുപ്പമല്ല. അച്ഛൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അവിടെ ഒരു ഫെയ്ത്തിൻ്റെ ഒരു ഡയമെൻഷൻ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഒരു തലം കൊണ്ടുവരാമെന്ന് പറയണേ. എന്താണ് അച്ഛാ ഇത്രയും ഒരു വർഷങ്ങളോടെ അച്ഛനെ പ്രവർത്തിക്കാൻ എന്താണ് പ്രേരക ശക്തി? എന്താണ് അച്ഛൻ്റെ ഒരു എനർജി സോഴ്സ്, ഒരു ഊർജ്ജ സ്രോതസ് എന്താണ്? ഊർജ്ജ സ്രോതസ് തമ്പുരാൻ തന്നെയാണ്. അതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല. ഞാനൊരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല ജർമ്മനിയിൽ പോയി എൻ്റെ ജീവിതം അവിടെ ആയിരിക്കും ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല. പട്ടം കഴിഞ്ഞപ്പോഴാണെങ്കിലും ജീസസ് ഒരു വർഷം ചേന്നങ്കരി ഇടവകയിൽ ചാവറപ്പിതാവ് മാമദീസ മുങ്ങിയ ആ ഇടവകയിലാണ് സേവനം ചെയ്തത്. അതിനുശേഷമാണ് ഇങ്ങനെ പ്രൊവിൻഷ്യലച്ചൻ ചോദിക്കുന്നത്. അപ്പം ഞാൻ ഒരിക്കലും ഡ്രീം ചെയ്തിരുന്നില്ല എൻ്റെ പൗരോഹിത്യ ജീവിതം അവിടെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല. അപ്പോൾ എൻ്റെ ചിന്ത മുഴുവൻ ജീസസ് യൂത്ത് ഉണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു പാസ്റ്ററായിട്ട് ജീവിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് മാത്രമല്ല, എന്നെ അറിയുന്നവർക്കൊക്കെ വിഷമമായിരുന്നു ആ ചോദ്യം. അവസാനം ഞാൻ എൻ്റെ അച്ചായനോട് പോയി ചോദിച്ചു, ബാപ്പൻ എന്നാണ് എൻ്റെ അച്ചായനെ ഞാൻ വിളിക്കണേ. അപ്പം ചോദിച്ചു, ബാപ്പ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പം അച്ചായൻ പറഞ്ഞു, നിൻ്റെ അധികാരികളാണ് നിൻ്റെ മാതാപിതാക്കളെന്ന്, അവർ പറയുന്നത് കേൾക്കണം മോനെ എന്ന് പറഞ്ഞുകൊണ്ട്. അത് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പൻ്റെ ശബ്ദം തീർച്ചയായിട്ടും ദൈവശബ്ദമായിട്ട് തന്നെയാണ് ഞാൻ എടുത്തത്. അങ്ങനെയാണ് ജർമ്മനിയിൽ പോകുന്നത്. നമുക്കറിയാം ജർമ്മൻ കോണ്ടെക്സ്റ്റ് വളരെ ഡിഫറെൻറ്റാണ്. ഞാനൊരു ഡിസംബറിൽ അവിടെ ലാൻഡ് ചെയ്യുന്നത്. തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്, ഭാഷ വ്യത്യസ്തം, കൾച്ചറൽ വ്യത്യസ്തമാണ്, തിങ്കിങ് പാറ്റേൺ ഡിഫറെൻ്റാണ്, മനുഷ്യർ വ്യത്യസ്തമാണ്. അപ്പോൾ അവിടെ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആണെന്ന് അന്ന്. അപ്പം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ദൈവമേ ഇതെങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഒരു മാസം ഒത്തിരിയേറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരു ആന്തരിക സംഘർഷമാണ്. പുറമെ എല്ലാവരോടും ചിരിച്ച് കാണിച്ചെങ്കിലും ഉള്ളിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പറയുന്ന മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ല, അവർ പറയുന്നത് എനിക്കും മനസ്സിലാകുന്നില്ല. പക്ഷേ ചിരി കൊണ്ടും ആംഗ്യ ഭാഷയിലൊക്കെയാണ് ആദ്യകാലത്ത് ജീവിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിന് നമ്മളെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ തമ്പുരാൻ നമ്മളെ ഉപയോഗിക്കുന്നുള്ളൊരു യാതൊരു സംശയവും എന്നുള്ള എൻ്റെ ജീവിതം ഒരു അടയാളമാണ്. ഞാൻ പറഞ്ഞ ഈ സ്ട്രഗിളും ക്രൈസിസും അവിടെയും ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. എക്സ്ട്രീം താന്നു പോയ എങ്ങനെ മുമ്പോട്ട് പോകണോ എന്ന് പോലും ചിന്തിച്ച അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞില്ലേ, ദൈവം മാലാഖമാരെ അയക്കും, മനുഷ്യൻ്റെ മുഖമായിരിക്കും അവർക്ക്. അതിലൊരായിരുന്നു എൻ്റെ ആദ്യത്തെ പാസ്റ്ററായിരുന്ന ഫ്രാൻസ് കെയർ സ്റ്റെന്നക്കൻ എന്ന് പറയുന്ന ഒരു അച്ഛൻ. ഒരു റിയൽ പാസ്റ്റർ. റൈജു കണ്ടിട്ടുണ്ടോ? ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരു റിയൽ പാസ്റ്ററാണ്, ഭയങ്കര ഫയറുള്ള, നമ്മളെയൊക്കെ അങ്ങ് സ്വീകരിക്കും. പുള്ളിക്കൊരു ഫിലോസഫിയാണ്, മഹ്മാൽ ഫിലോസഫി, ജർമ്മനി മഹ്മാൽ, ചെയ്തു എന്ന് പറയുന്നൊരു ഫിലോസഫിയാണ്. ഭാഷ ഒന്നുമില്ലായിരിക്കുന്ന അവസരത്തിലാണ് ഞാൻ പുള്ളിയോട് 1-2 സജഷൻസ് ഒക്കെ പറയുന്നത്. മഹ്മാൽ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങ് നമ്മളെ പ്രചോദിപ്പിക്കും. ഞാൻ ചെന്ന ഫസ്റ്റ് വീക്കിൽ തന്നെ എന്നോട് പറഞ്ഞു, നീ ട്രക്കിങ്ങിന് വരുന്നു എന്ന് ചോദിച്ചു. ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് പോലും ഇല്ല. അപ്പം ആൽപ്സിൽ ഇവിടെയുള്ള 10 ദിവസത്തെ യാത്രയാണ്, നടന്ന് ഭാരമൊക്കെ കെട്ടി
അപ്പോൾ അച്ഛനൊരു ഗ്രൂപ്പുണ്ട് അവിടെ 10 പേരുടെ 12 പേരുടെ ഒരു ഗ്രൂപ്പ് ഇടവകയിൽ ഇടവകയില്ല. ഫസ്റ്റ് വീക്ക് ഞാൻ ഇടവക ചെന്ന് കഴിഞ്ഞാൽ ആ ആഴ്ച തന്നെ ഒരു ബുധനാഴ്ച അച്ഛൻ ചോദിക്കുന്നത്, അപ്പോൾ അടുത്ത ശനിയാഴ്ച അവർ പോകണം. ഞാൻ പറഞ്ഞു ഓക്കെ പോയേക്കാം, എന്താണെന്നറിയില്ല. പക്ഷേ ഉള്ളിൽ ഉണ്ട്, എന്താണെന്നറിയില്ല. പക്ഷേ അച്ഛനെ കുറെ കൂടെ കൂടുതൽ പരിചയപ്പെടാം എന്നുള്ള യാത്രയിലാണ്. അപ്പോൾ ഈ യാത്രയിൽ 4000 മീറ്റർ പൊക്കമുള്ള മലവരെ കയറിയായിരുന്നു. അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരെയൊക്കെ കൂടുതൽ അടുത്തറിയുമ്പോൾ മനസ്സിലായി ഇവർക്കൊക്കെ ഉള്ളിൽ ഒരു നന്മ വിശ്വാസമൊക്കെ ഉണ്ട് ഈ മനുഷ്യർക്കൊക്കെ. അവരെ അറിഞ്ഞില്ലെങ്കിൽ അവരുടെ തിങ്കിങ് പാറ്റേൺ വളരെ വ്യത്യസ്തമാണ്. അപ്പം ഞാൻ അന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഇവരെ 1-to-1 എവഞ്ചലൈസേഷൻ അല്ല 1-to-1 എൻകൗണ്ടറിലൂടെ മാത്രമേ ഇവർക്ക് ഈശോയെ കൂടുതൽ ഡീപ്പായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ, ഒരു പാസ്റ്റ് ലൈഫ് ഫ്രൂട്ട്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് വളരെ ഉറപ്പായിരുന്നു. അങ്ങനെ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി സംഘർഷവും വിഷമവും നടപ്പല്ല മുഴുവൻ രാവിലെ തൊട്ട് ക്ഷീണം, ആൽപ്സിലെ കയറ്റങ്ങൾ വരുമ്പോൾ ചില അവസരങ്ങളിൽ ഇറക്കങ്ങളൊക്കെ വരുമ്പോൾ താഴോട്ട് ഇറങ്ങുമ്പോഴൊക്കെ നമ്മൾ ദൈവമേ തീരും ഇപ്പം. അപ്പം ഞാൻ അതും ഡിസംബർ മാസം അത് ഡിസംബർ മാസം സോറി ഞാൻ ഡിസംബർ മാസം ജർമ്മനി ചെന്നെങ്കിലും എൻ്റെ ഒഫീഷ്യൽ ജോലി തുടങ്ങുന്ന ഒരു ജൂണിലാണ്. അത്ര നല്ല ഭാഷ പഠിക്കാനായിട്ട് അവിടെ അവസരം ഉപയോഗിച്ചു. അപ്പം ഡിസംബർ എന്ന് പറഞ്ഞാൽ തെറ്റാണ്, കാരണം നല്ല തണുപ്പിൻ്റെ സമയമല്ലേ, കയറാൻ പറ്റില്ല. അത് അന്ന് തൊട്ട് എനിക്കൊരു ഉറപ്പായിരുന്നു ഇങ്ങനെ വളരെ വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ മാത്രമേ ഇവർക്ക് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നു പിന്നീടുള്ള അടുത്ത ആഴ്ചയിൽ അച്ഛൻ ചോദിച്ചു സ്കൗട്ടിൽ പോകുന്നുണ്ട് ചോദിച്ചു. സ്കൗട്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പള്ളിയുടെ ഭാഗമാണ്, യൂത്തിൻ്റെ ടെൻറ്റ് കിട്ടി. അവിടെയെല്ലാം ഒരു സ്കൗട്ട് മെയിൻലി കാത്തലിക് സ്കൗട്ടാണ് കൂടുതലും, കാത്തലിക് ക്രിസ്ത്യൻ എന്ന് പറയാം കൂടുതലും തന്നെ ഒരു 80% അങ്ങനെ തന്നെയാണ്. അപ്പം പള്ളിയുടെ മിനിസ്ട്രിയുടെ ഭാഗമാണ്, യൂത്തിൻ്റെ ഭാഗമാണ്. അപ്പം വർഷത്തിലൊന്ന് ഇവർക്ക് വലിയ ക്യാമ്പുണ്ട്, ടെൻറ്റ് കെട്ടി എവിടെയെങ്കിലും കാട്ടിലായിരിക്കാം, ചിലപ്പം പുഴയുടെ തീരത്തായിരിക്കാം. അതൊരു എനിക്കൊന്ന് ദൈവം എന്നെ ആ സ്കൗട്ടിലൂടെ ഒത്തിരിയേറെ ഉപയോഗിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ദൈവം ഒരു നീഡല്ല അവർക്ക്, പലർക്കും ഒട്ടുമിക്ക ഒരു 90% നീഡല്ല. പക്ഷെ അവർ അടുത്തറിയുമ്പം നമുക്ക് മനസ്സിലാവും മനുഷ്യൻ്റെ എല്ലാവരുടെയും ഉള്ളിലൊരു ദൈവം ഇട്ട ഈ ഫയറുണ്ട്. ആരെങ്കിലും വേണം അതൊന്ന് ഊതി ഉണർത്താനായിട്ട്, ആരെങ്കിലും വേണം. ആ കോണ്ടെക്സ്റ്റിൽ ദൈവം എന്നെ വിനിയോഗിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രയർ എന്നൊരു സാധനം ഇല്ല ഗ്രൂപ്പിൽ. ഈ ക്യാമ്പിൻ്റെ ഇടയിൽ 12 ദിവസം ക്യാമ്പിൻ്റെ ഇടയിൽ ഒരു മാസം ഉണ്ടായില്ലെങ്കിലായി. ഇതിനകത്ത് ഒത്തിരി പേര് വിശ്വാസം ഇല്ലാത്തവരുണ്ട്, പള്ളിയുടെ ഭാഗമല്ലാത്തവരുണ്ട്, പ്രൊട്ടസ്റ്റൻ്റ് ആയിട്ടുള്ളവരുണ്ട്. അപ്പം അവിടെ ഒരു മാസ് ചെല്ലുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഹെർക്കൂലിയൻ ടാസ്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ ആദ്യമൊക്കെ റെസിസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് ഞാൻ പറഞ്ഞല്ലോ അടുത്ത് കഴിയുമ്പോൾ, സ്നേഹിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവരറിയാതെ നമ്മുടെ വാക്കുകൾക്കൊക്കെ ചെവി കൊടുക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നു. അങ്ങനെ ആ സ്കൗട്ടിൻ്റെ ഇടയിൽ 13 വർഷത്തിൻ്റെ ഇടയിൽ ഇപ്പം ഞാൻ പോകുന്ന അവസരത്തിലൊക്കെ ക്യാമ്പിന് എല്ലാ ദിവസവും മോർണിംഗ് പ്രയർ, ഭക്ഷണത്തിന് മുമ്പ് പ്രയർ, ഈവനിങ് പ്രയർ, പിന്നെ 2 മാസ്, പിന്നീട് പാരിഷിൽ തിരിച്ചു വരുമ്പോൾ വർഷത്തിൽ 2 വലിയ മാസ് വെക്കുമായിരുന്നു ഇവർക്ക് വേണ്ടി തന്നെ. അപ്പോൾ ഇവർ ചോദിക്കും എന്താ നമ്മുടെ മാസം എന്താണെന്ന് ചോദിക്കും. പള്ളി വരികയോ വിശ്വാസത്തിൽ ജീവിക്കുകയോ ഒന്നും ഉള്ളവരൊന്നും അല്ല. പക്ഷേ അവരുടെ ഉള്ളിലൊരു അഗ്നി ഇടാനായിട്ട്, അല്ല അവരുടെ ഉള്ളിലുള്ള അഗ്നിയെ ജ്വലിപ്പിക്കുക, പരിശുദ്ധാത്മാവിനെ ഊതി ഉണർത്താനായിട്ട് ദൈവം ഈ വ്യക്തിപരമായിട്ടുള്ള എൻകൗണ്ടറിലൂടെ എന്നെ വിനിയോഗിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛാ ഒരു പക്ഷേ സ്കൗട്ട് മാത്രമല്ല, അച്ഛന് യൂത്തിൻ്റെ ഇടയിൽ അവിടെ ധാരാളം കാര്യങ്ങൾ അച്ഛൻ ചെയ്തതെന്ന് എനിക്കറിയാം. യൂത്ത് മിനിസ്ട്രി അച്ഛന് തീർച്ചയായിട്ടും അച്ഛൻ്റെ ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ വെച്ചിട്ട് യൂത്ത് മിനിസ്ട്രി അച്ഛൻ വളരെ നാച്ചുറലായിട്ട് ചെയ്യുന്നൊരു മിനിസ്ട്രിയാണ്. ഒരു പക്ഷേ അടുത്ത എപ്പിസോഡിൽ അങ്ങനത്തെ വിശേഷങ്ങൾ പറഞ്ഞിരിക്കും. പക്ഷേ ഞാനൊരു ഫൈനൽ ഈ എപ്പിസോഡുമായി ബന്ധപ്പെട്ടൊരു അവസാനത്തെ ചോദ്യം അച്ഛനോട് ചോദിക്കുന്നത്, അച്ഛന് ഒരു പ്രത്യേക തരം ഒരു കാരിസമുണ്ട്. കാരിസം എന്ന് ഞാൻ വിചാരിക്കുന്നത് ആളുകളോടുള്ള ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, വ്യക്തികളുമായിട്ടുള്ള ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക കാര്യം. അത് അച്ഛൻ്റെ വീട്ടുകാരായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, അതിപ്പോൾ നമ്മൾ ആരായാലും നിവൃത്തിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുമല്ലോ. പക്ഷേ അച്ഛൻ മുമ്പ് പറഞ്ഞ പോലെ സുഹൃത്തുക്കൾ, പരിചയപ്പെട്ടവർ, ജീസസ് യൂത്തിലുള്ളവർ എനിക്കറിയാം, അല്ലെങ്കിൽ ആ പാരീഷിലുള്ളവർ, പിന്നീട് ആ ഒരു പാരീഷ് അച്ഛൻ മാറി ഇപ്പോൾ മറ്റൊരു പാരീഷിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യണത്. അവരോടൊക്കെ ഞാൻ പലപ്പോഴും അച്ഛൻ നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ പലരും പറഞ്ഞ അച്ഛനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യവും, അച്ഛനിങ്ങനെ ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളാണ്. വെറുതെ സൂക്ഷിക്കുമല്ല, അച്ഛനോടുള്ള ഒരു കുറച്ച് നേരത്തെ ഇൻട്രാക്ഷനും നമുക്ക് വലിയൊരു സ്പിരിച്വൽ, ഒരു ആത്മീയമായ ഒരു ഉണർവ് നൽകുന്നതാണ്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അച്ഛന് ഒരു പ്രത്യേകതരം അച്ഛൻ പാടിയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേകതരമായ ഒരു ആത്മീയ ഉണർവുണ്ട്. അതിനർത്ഥം മറ്റാരും പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ഇല്ലെന്നല്ല, പക്ഷേ ഒരു പ്രത്യേകതയുണ്ട് അച്ഛനെന്തോ. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിക്കുന്ന ഒരു കാര്യം, എങ്ങനെയാണ് ഈ ബന്ധങ്ങളിലെ ഈ ഒരു ഊഷ്മളത, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഒരു വൈദികനായി മുമ്പോട്ട് ജീവിക്കുന്ന ഇത്രയും ഉത്തരവാദിത്തങ്ങളും മറ്റൊരായത്ത് പോയൊക്കെ ജീവിക്കുമ്പോഴും
ധാരാളം ഉത്തരവാദിത്തങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടൊരു മലയാളി അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പ്രീസ്റ്റ് നമ്മളുടെ നേച്ചറിൻ്റെ പ്രത്യേകത കൊണ്ട് നമ്മൾ അവിടെ ധാരാളം പണി ചെയ്യും ഒരു പാരീഷിൽ. ഇതിൻ്റെ ഒക്കെ തിരക്കിൻ്റെ ഇടയിലും അച്ഛൻ എങ്ങനെയാണ് ഈ ഒരു ഊഷ്മളതയുള്ള മാനുഷികമായ ഒരു നല്ല മനുഷ്യത്വം നഷ്ടപ്പെടുത്താതെ കൊണ്ടുപോകാൻ എങ്ങനെ അച്ഛന് പറ്റും? എനിക്ക് തോന്നുന്നു എങ്ങനെ ഉണ്ടായെന്ന് എനിക്ക് അറിയില്ല. ഒരു പക്ഷേ എൻ്റെ പേരൻസിൽ നിന്ന് കിട്ടിയതായിരിക്കും. എൻ്റെ അമ്മയ്ക്ക് അമ്മയപ്പനും അങ്ങനെ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടായിരിക്കും. എൻ്റെ ബ്രദേഴ്സൊക്കെ അങ്ങനെ ഒരു കാര്യത്തിൽ വളരെ പ്രൊഫഷണൽസ് എന്ന് പറയാൻ പറ്റും. എങ്ങനെ ഡെവലപ്പ് ചെയ്തൊന്നും എനിക്കൊന്നും പറയാൻ അറിയില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, വിശുദ്ധി എന്ന് പറയുന്നത് ആദ്യം മനുഷ്യനായി കഴിയുമ്പോഴാണ്. മനുഷ്യനാവുക, വിശുദ്ധനാവുക. നല്ലൊരു യഥാർത്ഥ മനുഷ്യന് വിശുദ്ധനായിരിക്കാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും. പിന്നെ എങ്ങനെ ഉണ്ടായെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ദൈവം അങ്ങനെ ഒരു കരിസ്വം എനിക്ക് തന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഫ്രണ്ട്ഷിപ്പിലൂടെ മറ്റുള്ളവർ ഇപ്പം ഇന്നാണെങ്കിലും ഞാനിപ്പം പുതിയ പാരീഷിലാണ് കഴിഞ്ഞ 3 വർഷം. എനിക്ക് ചിലപ്പം വിഷമം തോന്നിട്ട് ഒത്തിരി ഗസ്റ്റ് വരുന്നത് കൊണ്ട് എനിക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പിന്നെ എൻ്റെ ഏറ്റവും ക്രൈസിസിൻ്റെ അവസരത്തിലൊക്കെ ഈ ഫ്രണ്ട്സൊക്കെ ഞാൻ ചോദിക്കാതെ തന്നെ എൻ്റെ ചുറ്റും മാലാഖമാരെ പോലെ നിന്നിട്ടുണ്ട്. അത് എങ്ങനെ ഡെവലപ്പ് ചെയ്തെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഈ സൗഹൃദത്തിലൂടെ ദൈവത്തെ പങ്കുവയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അവസ്ഥയാണ്. ഏറ്റവും ഒരു ഇഫക്റ്റീവായിട്ടുള്ളൊരു സുവിശേഷീകരണം എന്ന് പറയുന്നതും ഈ ബന്ധങ്ങളിലൂടെ നമുക്ക് ഈശോയെ പങ്കുവയ്ക്കാൻ പറ്റുന്നത് തന്നെയാണ്. ജർമ്മൻ കോണ്ടെക്സ്റ്റിൽ എനിക്ക് തോന്നുന്നു അൾത്താരയിൽ നിന്ന് വചനം കൊടുത്ത് ആളുകളെ നേടുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് നേടാൻ പറ്റുക വ്യക്തിപരമായിട്ട് നമ്മൾ ജീവിക്കുകയും അല്ലെങ്കിൽ പ്രവർത്തിക്കുകയും ചെയ്ത് അവരുമായിട്ട് സ്നേഹം പങ്കുവെച്ച് കഴിയുമ്പോൾ നമ്മുടെ നന്മ, നമ്മളിലുള്ള ദൈവത്തിൻ്റെ അംശം മനസ്സിലാക്കി അവർ ദൈവത്തെ തിരിച്ചറിയുന്ന ഒരവസ്ഥ. അത് ജർമ്മനി മാത്രമല്ല അച്ഛാ, കേരളത്തിലും ലോകം മുഴുവനും എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പക്ഷേ അച്ഛനെ കുട്ടനാട് അച്ഛൻ്റെ നാട്ടിൽ നിന്ന് മുതൽ ദൈവം വളരെ കൃത്യതയോടെ ദൈവം ഉള്ളം കയ്യിൽ സംരക്ഷിച്ച് നല്ല ഒരു വഴിയിലൂടെ നടത്തി. പ്രത്യേകിച്ച് CMI കോൺഗ്രിഗേഷൻ ചേരുന്നതിന് മുമ്പേ തന്നെ CMI വൈദികരുമായിട്ടുള്ള അച്ഛൻ്റെ അടുത്ത ഇടപഴകലൊക്കെ അച്ഛനെ ദൈവം കൃത്യമായി നയിച്ചു കൊണ്ടുവന്ന വഴികളാണ്. അച്ഛൻ പറഞ്ഞതുപോലെ ഓരോ സമയത്തും ആവശ്യമുള്ളപ്പോഴെല്ലാം കൃത്യസമയത്ത് ദൈവം മാലാഖമാരെ അയച്ച് അച്ഛനെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച അച്ഛൻ്റെ ഈ പ്രേക്ഷിത തീക്ഷ്ണതയും ഇതൊന്നും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ. ബന്ധങ്ങളിലെ ഈ ഊഷ്മളത നിലനിർത്തിക്കൊണ്ട് അനേകരെ ഇനിയും ഈശോയ്ക്ക് വേണ്ടി നേടാൻ പറ്റട്ടെ. യുവജനങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ, ജർമ്മനിയിലെ പ്രവർത്തനങ്ങളിലെ മറ്റു വിശേഷങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ അച്ഛൻ പങ്കുവെക്കേണ്ടതുണ്ട്. എങ്കിലും അച്ഛൻ്റെ ആ ഒരു വളരെ ഊഷ്മളമായ തീക്ഷ്ണതയോടെയുള്ള വാക്കുകൾക്ക്, സാന്നിധ്യത്തിന് ഒത്തിരി നന്ദി. താങ്ക് യു. അതെ, സുവിശേഷം ഒരു ജ്വാലയാണ്. സ്നേഹത്തിൽ എരിയുന്ന സ്വർഗീയ ജ്വാല. ക്രിസ്തു ഏകരക്ഷകൻ എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഹൃദയവേദനയാണ് ഓരോ മിഷണറിമാരെയും ഉജ്ജ്വലിപ്പിക്കുന്നത്. ഒരു കാലത്ത് അനേകം വിശുദ്ധാത്മാക്കളെ സഭയ്ക്ക് സമ്മാനിച്ച ജർമ്മൻ സഭയിൽ ഇന്ന് നമുക്ക് ശുശ്രൂഷകൾക്കായി അനേകം ജീവിതങ്ങളെ ആവശ്യമാകുന്നു. ജോഷുവായുടെ ഹൃദയജ്വാലകൾ പേറുന്ന ജീവിതങ്ങൾക്ക് പ്രണാമം. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ കേൾക്കാമോ, നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ.